കിൻസ് പള്ളുരുത്തി സംഘടിപ്പിക്കുന്ന 44ാമത് ഓൾ കേരള ക്രോസ് കൺട്രി മത്സരം ഓഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കും. കിൻസ് പള്ളുരുത്തി സംഘടിപ്പിക്കുന്ന 44ാമത് ഓൾ കേരള ക്രോസ് കൺട്രി മത്സരം ഓഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. 44ാമത് കിൻസ് റേസ് ഓൾ കേരള ക്രോസ് കൺട്രി മത്സരം ആഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് നടത്തപ്പെടുന്നു. കൊച്ചിയിലെ കായിക പ്രേമികളുടെ ആവേശമാണ് ഈ ഓട്ട മത്സരം. ഇടക്കൊച്ചി പാലം മുതൽ തോപ്പുംപടി BOT പാലം വരെയുള്ള 7 കിലോമീറ്ററാണ് ഓട്ടത്തിന്റെ ദൈർഘ്യം. ആദ്യകാലത്ത് പ്രാദേശിക അത്ലറ്റുകൾ മാത്രം പങ്കെടുത്തിരുന്ന ഈ ഓട്ട മത്സരം ഇന്ന് കേരളത്തിലെ പ്രമുഖ ഓട്ടക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക മേളയായി മാറിയിരിക്കുന്നു. മത്സരം വീക്ഷിക്കുവാൻ രാവിലെ 7 മണി മുതൽ നൂറുകണക്കിന് ആളുകൾ ഇടക്കൊച്ചി പാലം മുതൽ BOT പാലം വരെ റോഡ് വക്കിൽ കാത്തു നിൽക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. സംഘടനയുടെ സ്ഥാപകനും രക്ഷാധികാരിയുമായിരുന്ന മോൺസിഞ്ഞർ ജോസഫ് കളപ്പുരക്കലിന്റെ സ്മരണയായിട്ടാണ് കിൻസ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ പ്രായ ഗ്രൂപ്പുകളിലുള്ള 250-ൽ പരം അത്ലറ്റുകൾ ഈ വർഷത്തെ കിൻസ് റേസിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. നേവി, റെയിൽവേ, പോർട്ട് ട്രസ്റ്റ്, ഷിപ്പ്യാർഡ്, കോസ്റ്റ് ഗാർഡ്, യൂണിവേഴ്സിറ്റി, കോളേജുകൾ, സ്കൂളുകൾ, പ്രാദേശിക ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഈ ഓട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതകൾക്കും വെറ്ററൻസിനും ജൂനിയേഴ്സിനും പ്രത്യേകം മത്സരമുണ്ട്. കോതമംഗലം MA കോളേജിലെ ഷെറിൻ ജോസ് ആണ് കഴിഞ്ഞ വർഷം പുരുഷ വിഭാഗത്തിൽ ജേതാവായത്. കോതമംഗലം MA കോളേജിലെ തന്നെ പൗർണമി N ആണ് കഴിഞ്ഞ കൊല്ലത്തെ വനിതാ ചാമ്പ്യൻ. കാരണം ഇന്ന് നമ്മളുടെ കൊച്ചിയില് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആവശ്യകത വളരെയേറെ എവർക്കും അറിയാം. അപ്പൊ അതിലെ ഈ റേസ് അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ശക്തി നൽകുമെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം നടത്താൻ സാധിക്കുമെങ്കിൽ അത് ഉത്തമമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം കായിക മേഖലയിലേക്ക്, അത് ഓട്ടമായിക്കോട്ടെ, ഗുസ്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇനങ്ങളായിക്കോട്ടെ, കായിക രംഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത തലമുറയിലെ ചെറുപ്പക്കാരുടെ മാനസികമായ ഒരു വളർച്ച, അവരുടെ ബുദ്ധിയും ബോധവും അതോടൊപ്പം തന്നെ കായിക ശേഷിയൊക്കെ ഉയരുന്ന ഒരു കാഴ്ച, ഇതാണ് ഈ റേസ് തുടർന്നു കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുക. കാരണം ഇന്നത്തെ തലമുറയിലേക്ക് അവര് വലിയ വലിയ അത്ലറ്റ്സുകളൊന്നും അല്ലെങ്കിൽ പോലും അവര് വന്ന് വലിയ അത്ലറ്റ്സുമായിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് അത്ലറ്റ്സ്, സ്റ്റേറ്റിലുള്ള അത്ലറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞു, റെയിൽവേയുടെ അത്ലറ്റ്സ് ഒക്കെ ആയിക്കഴിഞ്ഞു. അവരെല്ലാവരും ഇത്തവണ തന്നെ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പൊ 250 സ്റ്റാൻഡേർഡ് അത്ലറ്റ്സ് ഉണ്ടാവും. അതേപോലെ ഇത്തവണ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആദരിക്കുന്നത് റിട്ടയർ ചെയ്ത ദിവസം, നേരത്തെ കൺവീനർ പറഞ്ഞ പോലെ റിട്ടയർ ചെയ്ത ദിവസം ലാസ്റ്റ് ഒപ്പിട്ടിട്ട് മാരത്തൺ റണ്ണറാണ് ടീച്ചർ. ആ ടീച്ചറും ഹസ്ബൻഡും അവരുടെ ഗ്രൂപ്പും ഒന്നിച്ച് അവിടെ വരികയും അവരെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ആദരിക്കുകയും ചെയ്യും. കാരണം ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്യണം. ആരോഗ്യമുള്ള ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിൽ വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കും. കൊച്ചിയിലെ കായിക പ്രേമികളുടെ ആവേശമാണ് ഈ ഓട്ട മത്സരം. ഇടക്കൊച്ചി പാലം മുതൽ തോപ്പുംപടി BOT പാലം വരെയുള്ള 7 കിലോമീറ്ററാണ് ഓട്ടത്തിന്റെ ദൈർഘ്യം. ആദ്യകാലത്ത് പ്രാദേശിക അത്ലറ്റുകൾ മാത്രം പങ്കെടുത്തിരുന്ന ഈ ഓട്ട മത്സരം ഇന്ന് കേരളത്തിലെ പ്രമുഖ ഓട്ടക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക മേളയായി മാറിയിരിക്കുന്നു. മത്സരം വീക്ഷിക്കുവാൻ രാവിലെ 7 മണി മുതൽ നൂറുകണക്കിന് ആളുകളാണ് ഇടക്കൊച്ചി മുതൽ BOT പാലം വരെ റോഡ് വക്കിൽ കാത്തു നിൽക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയുടെ സ്ഥാപകനും രക്ഷാധികാരിയുമായ മോൺസിഞ്ഞർ ജോസഫ് കളപ്പുരക്കലിന്റെ സ്മാരകമായാണ് നിലവിൽ കിൻസ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ പ്രായ ഗ്രൂപ്പുകളിലുള്ള 250-ൽ പരം അത്ലറ്റുകൾ ഈ വർഷത്തെ കിൻസ് റേസിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. നേവി, റെയിൽവേ, പോർട്ട് ട്രസ്റ്റ്, ഷിപ്പ്യാർഡ്, കോസ്റ്റ് ഗാർഡ്, യൂണിവേഴ്സിറ്റി, കോളേജുകൾ, സ്കൂളുകൾ, പ്രാദേശിക ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ടീമുകൾ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കോതമംഗലം MA കോളേജിലെ ഷെറിൻ ജോസ് ആണ് കഴിഞ്ഞ വർഷം പുരുഷ വിഭാഗത്തിൽ ജേതാവായത്. കോതമംഗലം MA കോളേജിലെ തന്നെ പൗർണമി N ആണ് വനിതാ ചാമ്പ്യൻ ആയത്. കൊച്ചി MLA മുഹമ്മദ് സിയാസ് ഈ വർഷത്തെ
ഓൾ കേരള ക്രോസ് കൺട്രി മത്സരം ഓഗസ്റ്റ് 15 രാവിലെ 7:15 ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഇത്തവണ ഓട്ടം ആരംഭിക്കുന്നതിന് മുമ്പായി റിട്ടയർമെന്റ് ദിവസം ജോലി സ്ഥലത്ത് നിന്നും സ്വന്തം വീട്ടിലേക്ക് ക്രോസ് കൺട്രി ഓട്ടം നടത്തി വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ എറണാകുളം സെന്റ് തെരേസസ് സ്കൂൾ അധ്യാപിക ഷെയ്നി ബെന്നി ടീച്ചറെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് ചീഫ് കോർഡിനേറ്റർ കണ്ണൻ നോയിൽ ആദരിക്കും. കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ ലസിത പീറ്റർ, ഫാത്തിമ ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഫാദർ സിജു ജോസഫ് പാലിയത്തറ, മുൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ എന്നിവർ സംസാരിക്കും. പ്രൊഫസർ ഡോക്ടർ ഷാജി ജോസ്, പ്രൊഫസർ ഡോക്ടർ പേളി എന്നിവർ ജൂറി മത്സരം പമ്പയർ ചെയ്യും. സമാപന സമ്മേളനത്തിൽ കിൻസ് പ്രസിഡന്റ് ജോസഫ് ജോൺ ചാണയിൽ അധ്യക്ഷത വഹിക്കും. മുൻ MLA KJ മാക്സി സമ്മാനദാന ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. സാജർ സിത്താര, RTO JBI ചെറിയാൻ, തമ്പി സുബ്രഹ്മണ്യം, അനൂപ് കുമാർ, ഷീബ ഡൂറോം, കൗൺസിലർമാരായ ലവിത നെൽസൺ, സുമിത് ജോസഫ് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. കിൻസ് റേസിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചവർ പിന്നീട് കൊച്ചി ഹാഫ് മാരത്തോണിലെയും ഫുൾ മാരത്തോണിലെയും സ്പൈസസ് റണ്ണിലെയും കൊച്ചി മാരത്തോണിലെയും ജേതാക്കളായി തീർന്നത് കായിക മേഖലയിൽ ഈ റേസിനുള്ള പ്രാധാന്യം കാണിക്കുന്നു. ആരംഭകാല അത്ലറ്റുകളിൽ പലരും വെറ്ററൻസ് മത്സരങ്ങളിലും മികവ് കാട്ടി പല ഓട്ട മത്സര വേദികളിലുമുണ്ട്. 1978 ആരംഭിച്ച ഈ ഓട്ട മത്സരം അന്താരാഷ്ട്ര യുവജന വർഷമായ 1985 പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 1985 മുതലുള്ള മീറ്റ് ടൈമിംഗ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ കിൻസ് റേസിന്റെ മുദ്രാവാക്യം ഡ്രഗ് ഫ്രീ കൊച്ചി എന്നതാണ്. വിവിധ വിഭാഗങ്ങളിലെ ജേതാക്കൾക്ക് റോളിംഗ് ട്രോഫികൾ കൂടാതെ ആകർഷകമായ ക്യാഷ് അവാർഡുകളും മറ്റ് സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകും. പുരുഷ വിഭാഗം ജേതാവിന് 15,000 രൂപ ക്യാഷ് അവാർഡും മോൺസിഞ്ഞർ കളപ്പുരക്കൽ എവർ റോളിംഗ് ട്രോഫിയും വ്യക്തിഗത ട്രോഫിയും, രണ്ടാം സമ്മാനം 10,000 രൂപ ക്യാഷ് അവാർഡും ജോസഫ് പോൾ പാലേക്കൽ സ്മാരക ട്രോഫിയും, മൂന്നാം സമ്മാനം 3,000 രൂപ ക്യാഷ് അവാർഡും KJ ആനന്ദൻ സ്മാരക ട്രോഫിയുമാണ്. വനിതാ ചാമ്പ്യന് അഡ്വക്കേറ്റ് ജോസി സേവ്യർസ് റോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും, രണ്ടാം സമ്മാനാർഹന് 5,000 രൂപ ക്യാഷ് അവാർഡും, കൊച്ചുതുണ്ടത്തിൽ ഗിൽബർട്ട് സ്മാരക ട്രോഫിയും, മൂന്നാം സമ്മാനാർഹന് 3,000 രൂപ ക്യാഷ് അവാർഡും ജോസഫ് CJ ചാണയിൽ സ്മാരക ട്രോഫിയും സമ്മാനിക്കും. മുൻകൂർ പങ്കെടുക്കുന്ന അത്ലറ്റുകൾ ഓഗസ്റ്റ് 15 രാവിലെ 6:30 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് മീറ്റ് കൺവീനർ സാജു ബാലുമ്മൽ, പ്രസിഡന്റ് ജോസഫ് ജോൺ ചാണയിൽ, സെക്രട്ടറി രാജു വാട്ടമക്കൽ, ചീഫ് കോർഡിനേറ്റർ കണ്ണൻ നോയൽ, ജനറൽ കോർഡിനേറ്റർ AK അനിൽകുമാർ, ജോയിന്റ് കൺവീനർമാരായ അലക്സ് പൂപ്പന, VK സുനിൽകുമാർ, PX ജോർജ്, ആഷ്ലി ജേക്കബ് എന്നിവർ അറിയിച്ചു. മത്സരത്തിന്റെ മെഡിക്കൽ സപ്പോർട്ട് ഫാത്തിമ ഹോസ്പിറ്റൽ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റാണ് നൽകുന്നത്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പായി മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കൺവീനർ സാജു ബാലുമലിന്റെയും സീനിയർ അത്ലറ്റ് IC ബോസിന്റെയും നേതൃത്വത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ് നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.